കിടപ്പ് രോഗിയായ ഭർത്താവിന് കീടനാശിനി കലക്കിക്കൊടുത്ത് കൊന്നു. നിർണായകമായത് അമ്മ കൊന്നതാണെന്ന, അമ്മ കീടനാശിനി നൽകിയതാണെന്ന 10 വയസ്സുള്ള മകളുടെ മൊഴി. ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിലാണ് ഈ പറഞ്ഞ കാര്യം. ആശാനഗറിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു 38-കാരനായ അരുൺ സിംഗ്. ആ മരിച്ചയാളുടെ പേരാണ്. ഏകദേശം 1.5 വർഷം മുമ്പാണ് അരുൺ സിംഗിന് പക്ഷാഘാതം ബാധിക്കുന്നതും തുടർന്ന് കിടപ്പിലാവുന്നതും. പിന്നീട് ഈ കാലം അത്രയും ഭാര്യ, അവരുടെ പേര് ബണ്ടി ദേവി എന്നാണ്, ബണ്ടി ദേവിയാണ് ഈ അരുൺ സിംഗിനെ പരിചരിച്ചിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ബണ്ടി ദേവി കീടനാശിനി വെള്ളത്തിൽ കലർത്തി ഭർത്താവിന് കുടിക്കാൻ കൊടുത്തു. അമ്മ കീടനാശിനി കലക്കുന്നതും അത് കൊടുക്കുന്നതും 10 വയസ്സുകാരിയായ മകൾ കാണുന്നുണ്ടായിരുന്നു. അവളുടെ സഹോദരനോട്, 13 വയസ്സുകാരനാണ്, കാര്യം അറിയിച്ചു. സഹോദരൻ പോയി നോക്കിയപ്പോൾ കീടനാശിനി വാങ്ങിയ പാത്രം, കീടനാശിനിയുടെ കുപ്പി അത് കാലിയാണ്. എവിടെ ഉപയോഗിച്ചു എന്ന് വ്യക്തമല്ല. അക്കാര്യം അവർ പരസ്പരം സംസാരിച്ചു, ആ സഹോദരനും സഹോദരിയും. पापा को उल्टी हो रहा था। क्या नाम है पापा का? अरुण सिंह। जी अरुण सिंह। अरुण सिंह। हाँ तो मम्मी बोली ना उनको उल्टी हो रहा है तो तू जा घर में सो। मोबाइल देख करके तुम चल गए, तुमको थोड़ा सा डर लगा। मैं खिड़की पर से झाँक रहे तो देख रही हूँ ना मम्मी ना दवाई को पिला रही थी पापा को गिलास में करके। अच्छा। उसके बाद मैं तब देखी ना तुम अंदर चल गई बिस्तर पर। हाँ। उसके बाद मेरे को नहीं पता है। अच्छा, फिर आप बोले पापा को अस्पताल ले जाने करके? मैं सब नहीं बोली। तो क्या दवाई पिलाई बेटा, जानकारी है? नहीं, मेरे को तो पता नहीं है। वो दवाई कौन लाया था? अरे भैया, മരണശേഷവും കുറ്റം സമ്മതിക്കാൻ ഈ ബണ്ടി ദേവി തയ്യാറായിരുന്നില്ല. ഭർത്താവ് ആ കീടനാശിനി സ്വയം കുടിച്ചതാണെന്നായിരുന്നു അവളുടെ വാദം. ഇത്രയും നാൾ കിടപ്പിലായതിനുള്ള നിരാശ എന്നാണ് ബണ്ടി അതിനുള്ള വിശദീകരണമായി നൽകുന്നത്. ആകെ ചെറിയ മണമൊക്കെ, കീടനാശിനിയുടെ മണമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആത്മഹത്യ നടത്താൻ പോകുന്നു എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകി എന്നൊക്കെ പറയുന്നു ബണ്ടി ദേവി എന്ന ആ ഭാര്യ. हम देखे तो आँख खोले थे तो मैं उनसे पूछती थी पिए थे क्या जहर में? हम लोग को हॉस्पिटल ले गए तो पता चला अब बदबू थोड़ा आ रहा था तो अगल बगल के लोग बोले कि कुछ खा लिए थे। डॉक्टर क्या बताया आपने? जहर पीजिए थे। कुछ मिला आप लोग को, डब्बा वगैरह या? हाँ, ആ മകനെ വിട്ടായിരുന്നു ബണ്ടി ദേവി ഈ കീടനാശിനി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ മകന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആ കുപ്പിയെ പറ്റിയും ആ കീടനാശിനിയെ പറ്റിയും. ചെടിയിൽ തളിക്കാൻ വേണ്ടി കീടനാശിനി വാങ്ങിക്കൊണ്ട് വരിക എന്നാണ് ആ മകനോട് അന്ന് അമ്മ പറഞ്ഞത്. എന്നാൽ അച്ഛനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ആ കീടനാശിനി താൻ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ആ മകനും അറിഞ്ഞില്ല. അച്ഛനും അമ്മയും പതിവായി വഴക്കിടാറുണ്ടെന്ന് മകൻ പറയുന്നു. മാത്രമല്ല അമ്മയുടെ ചില വഴിവിട്ട ബന്ധങ്ങളെ പറ്റിയും പോലീസിനോട് മകൻ പറഞ്ഞു. उसका इतना 3 बजे पता चला कि जहर खा लिए हैं तो बोला कि चल लेके, तो बोली कि केस उस हो जाएगा, नहीं लेके जाएंगे। तुम लोग को भी किसी को बताने के लिए मना कर रही थी? हाँ, मना करी थी। अच्छा, फिर कब लाए बेटा हॉस्पिटल, कब लाए थे? सुबह लेके आए थे 6 बजे। अच्छा, पापा पहले से कुछ बीमार वगैरह थे? हाँ, वो लकवा मारा था। लकवा मारा था और उसके अलावा कोई बीमारी नहीं थी? पापा मम्मी का टीवी था और टीवी था। पापा मम्मी का झगड़ा हुआ करता था? हाँ, होता था। किस बात को लेकर होता, क्या जानकारी? वो एक नाम मुसलमान से बात करती थी, कुछ नाम से होता था झगड़ा। ഒരു വർഷത്തിലേറെയായി ഭർത്താവിനെ പരിചരിക്കുന്നതിലുള്ള ദേഷ്യമാകാം ഈ കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ചില മറ്റ് ബന്ധങ്ങളും. അമ്മ ഒരാളെ സ്ഥിരമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്, ഒപ്പം കറങ്ങാൻ പോകുന്നതും ഈ മകൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. कारण यही था कि वो 1.5 साल से बीमार था। वो उसके मन में कहीं ना कहीं आ गया था और कुछ तथ्य और भी आए हैं कि महिला का किसी के साथ और भी संबंध थे या उसके साथ वो जाती थी, घूमती थी। ये सभी तथ्यों पर विवेचना चल रही है, कार्रवाई जारी है।
इसमें हत्या की धाराओं के तहत मुकदमा दर्ज किया गया है और कार्रवाई। കീടനാശിനി നൽകിയ ശേഷം ആരോഗ്യം അത് വഷളായെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല അവർ. മകൻ ആവശ്യപ്പെട്ടു, പക്ഷെ അപ്പോഴൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു ബണ്ടി ദേവി. ഒടുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്നലെയാണ് ആ മരണം സംഭവിച്ചത്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ ഒടുവിൽ ബണ്ടി ദേവി കുറ്റം സമ്മതിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.